കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടി അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അങ്ങവിടുന്ന് ഭാഗ്യവും പദവിയും തന്ന മഹാസ്നേഹത്തിനായ നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങേ ആരാധിക്കുന്നത്, അങ്ങേ പാടുന്നത്, സ്തുതിക്കുന്നത്, മഹത്വപ്പെടുന്നത്, വചനം ധ്യാനിക്കുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നത്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതെല്ലാം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം, നിമിഷങ്ങൾ എന്നോർക്കുവാനും അപ്രകാരം അതിനെ കാണുവാനും ഞങ്ങളെ സഹായിക്കും. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സ്ത്രീജനത്തിനാണ്ട് ഒരുങ്ങി വന്ന കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങൾ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്നവരുടെ മക്കളെ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അടിയമ്പ്രവനന് അപ്പുറമായ അതിൻ്റെ ആഴങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ അങ്ങ് സഹായിക്കണമേ. മഹത്വം മാത്രമെടുക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ബേക്കർഡേയിൽ സെൻറ് ആൻഡ്രൂസ് CSI ഇടവകയിൽ കടന്നു വന്ന് നമുക്കൊരുമിച്ച് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് സ്ത്രീകരണ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ പറയുകയും എന്നെ ക്ഷണിക്കുകയും ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സഭയുടെ ഭരണസമിതി അംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. സ്ഥിരീകരണ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിങ്ങളോടാണ് എന്നൊരു പക്ഷേ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ നിങ്ങളോടാണ് പറയേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇതിൽ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഇവിടെ ഒന്നും വരാൻ പറ്റിയില്ല എങ്കിലും കേട്ടത് അച്ഛൻ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. കാരണം മിക്കവാറുമുള്ള സ്ത്രീജന ശുശ്രൂഷകളിൽ അച്ഛൻ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അച്ഛൻ അത് മനഃപൂർവ്വം അല്ലെങ്കിൽ മനഃപ്പാടമാക്കി അതിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെയും കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് അത് കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ. അതോടൊപ്പം തന്നെ ജ്ഞാനമാതാപിതാക്കന്മാരെയും പ്രത്യേകമായി അച്ഛൻ വിളിച്ചിരുന്നുവെന്നും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുവെന്നൊക്കെയും കേൾക്കുവാനിടയായി തീർന്നു. അതിലൊക്കെയും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛനെ ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇത് എന്തുമാത്രം പ്രാധാന്യത്തോടെ അച്ഛനും ഈ ഇടവകയും എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ മഹോടെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്ത്രീകരണത്തിനുള്ള ഒരുക്കത്തിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലും കുഞ്ഞുങ്ങളുടെ പഠനത്തിലും രണ്ട് എക്സ്ട്രീമാണ്. ഒന്നും അറിയത്തില്ലാത്തവരും, ഒന്ന് എല്ലാം നല്ലവണ്ണം പഠിച്ചു വരുന്നവരും. അങ്ങനെ രണ്ട് എക്സ്ട്രീം ഉണ്ട്. അറിയത്തില്ലാത്തവരുണ്ട്, അറിയാവുന്നവരുണ്ട്. ക്രമീകൃതമായ സൺഡേ സ്കൂളൊക്കെ ഉള്ളിടത്ത് അതിന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ, മറ്റ് ഹൈറേഞ്ചിലും ചില പള്ളികളിൽ ക്രമീകൃതമായ സൺഡേ സ്കൂളുള്ള പള്ളികളിലും പഠനത്തിൽ വ്യത്യാസമുണ്ട്, പഠിപ്പീരിൽ വ്യത്യാസമുണ്ട്. എന്നാൽ പലപ്പോഴും വേണ്ട ശ്രദ്ധ അതിന് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള യാതൊരു അറിവും ഇല്ലാത്തവരും വരുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, 10 കൽപ്പന ഒരു കൽപ്പന പോലും അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു കൽപ്പന പോലും അറിയത്തില്ല. അവർ പിന്നെ ഒരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുന്നത് അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങളെല്ലാം ആ കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, 24 പേരാണ് ഇന്നുള്ളത്. ഇന്ന് പെൺശിശു ഞായറാഴ്ച ആണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പെൺകുട്ടികൾ കൂടുതലുണ്ട്. അതിൽ പെൺകുട്ടികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവന രംഗങ്ങളിലും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ മുന്നിട്ട് വരട്ടെ എന്ന് ഞാൻ ഈ പെൺശിശു ഞായറാഴ്ച ആശംസിക്കുകയും ചെയ്യും.
ആദ്യം ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ആർക്കെങ്കിലും ദാഹമോ വിശപ്പോ ഒക്കെ തോന്നിയാൽ കലശലായാൽ എന്ത് ചെയ്യണം? ഇതിനുള്ള സംവിധാനം എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയി വെള്ളം കുടിക്കുകയോ അതുപോലെ എന്തെങ്കിലും ഭക്ഷിക്കുകയൊക്കെ ചെയ്യണം. കാരണം സമയം ഇച്ചിരി ദീർഘമായ ഒരു ശുശ്രൂഷയാകുന്നു ഇത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നത് എന്ത് ചെയ്യണം? എഴുന്നേറ്റൊന്നും പോകണ്ട, കൈയൊന്ന് പൊക്കിയാൽ മതി. സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവരും. പറഞ്ഞാൽ മതി, എനിക്ക് ചായ വേണം, പാല് വേണം, വെള്ളം വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതെല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. അങ്ങനെയാണുള്ള എല്ലാ സംവിധാനം അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൂളായിട്ട് ഇരുന്നോളുക. ഒരു നിർബന്ധമുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ചോദ്യത്തിന് ഉത്തരം. അതിവിടെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, എവിടെയാണ് ചോദ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഉത്തരം പറയണം. വാഗൊണ്ട് ഉത്തരം പറയണം, വാഗൊണ്ട് പറയണം. എഴുതി വെക്കേണ്ടതാണ്, എഴുതി വെക്കണം, അല്ലേ? അത് ചെയ്യണം. അവിടെ വിജയം ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്നാ ധരിക്കും? നിങ്ങളൊരു കമ്പനിയിൽ ചെല്ലുകയാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളൊന്നും മിണ്ടായിരുന്നു എന്നാ പറയും? ഈ ആളെ ഈ കമ്പനിക്ക് കൊള്ളത്തില്ല, പൊക്കളം, അല്ലേ? അപ്പോൾ ഒന്നും പറയാതിരിക്കാൻ പാടില്ല, തെറ്റായതും പറയാതിരിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒന്നും പറയാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ത് ചെയ്യാം? പറയാം. കാരണം ഉത്തരം കേൾക്കണം, എന്നാലേ നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്ന് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങളിവിടെ വരാൻ കാരണമായത്? ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം. എങ്ങനെയാണ് നിങ്ങളിവിടെ വരാൻ കാരണമായി? ഇന്ന് രാവിലെ കാറിനോ അല്ലെ ബസ്സിനോ നടന്നോ, ആ അർത്ഥത്തിലല്ല. എങ്ങനെയാണ് നിങ്ങൾ ഇന്നിവിടെ വന്നത്? ഇച്ചിരി ഉറക്കെ പറയണേ, കേൾക്കാം. ഈ ഫാനൊക്കെ കറങ്ങുന്നതാണ് കേൾക്കുന്നത്. പറഞ്ഞു. ഈ ആൺകുട്ടികൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കേൾക്കാമെന്ന് തോന്നുന്നു. നിങ്ങളെന്ന് പറഞ്ഞേ. കുറച്ച് തുടങ്ങിയ ബാക്കി വീട് വിചാരിക്കരുത്, മുഴുവൻ പറഞ്ഞു. ഞാൻ ആ മാതാപിതാക്കൾ എന്നാ ചെയ്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓക്കെ. അല്ല, എന്നാലും ചോദ്യം ബാക്കി നിൽക്കുക, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്? ഈ ഇവിടെയുള്ള ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് ഈ മാതാപിതാക്കന്മാർ, പേരൻസ്, ഓക്കെ, എല്ലാവരും കാണുമായിരിക്കില്ലേ? പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കുന്ന എനിക്ക് കാണത്തില്ല കേട്ടോ. ഓക്കെ, 24 പേരുണ്ടെങ്കിൽ സുമാർ 40 പേരെങ്കിലും കാണണം, അല്ലേ? ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പിള്ളേരൊക്കെ കാണുമായിരിക്കും. എന്നിരുന്നാലും ഒരു 40 പേരെങ്കിലും കാണണം. ഓക്കെ, ജ്ഞാനമാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ ഇവിടെയുള്ളവർ, ജ്ഞാനമാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ. ഓക്കെ, ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ പോലെ മാതാപിതാക്കന്മാരാണോ കൂടുതൽ വേണ്ടത്, ജ്ഞാനമാതാക്കന്മാരാണോ കൂടുതൽ വേണ്ടത്? ഇപ്പം കണക്കനുസരിച്ച് എത്ര പേരേ ഉള്ളൂ? 24 പോയിട്ട് 15 പേര് പോലും കൈപൊക്കിയില്ല ഇവിടെ. പിന്നെ പുറത്തുള്ളവർ ഉണ്ടെന്നാണ് നമുക്ക് കൂട്ടാം. ഓക്കെ, എന്നിരുന്നാലും അച്ഛൻ അതിന് വേണ്ടി നല്ലൊരു ശ്രമം എന്ത് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞത്, നിങ്ങൾ അന്ന് ഏതാണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ എടുക്കാൻ പോകാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമോ ഒന്നും ഇല്ലെങ്കിലും ഇവരതിനെക്കുറിച്ച് എന്തൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ പറഞ്ഞു വന്നതിൻ്റെ സാരം. എന്നാലും എൻ്റെ ചോദ്യം നിൽക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ ഒരു സ്ത്രീധനത്തിൻ്റെ ഒരു പ്രത്യേകത? ഞാൻ തന്നെ പറയാം. സമയം നമുക്ക്, ഞാനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്നാണ് വിചാരിച്ചത്. ഇത്രയും നേരത്തെ തുറന്നുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഊണിനെങ്കിലും എന്ത് ചെയ്യണം, നമുക്കൊന്ന് പിരിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ വന്ന് നിങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു, അല്ലേ? തീരെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാക്കന്മാരെ സ്നാനപ്പെടുത്തിയവർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, ഞങ്ങളുടെ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം, സ്നാനപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു.
അപ്പം അന്ന് അച്ഛൻ ചോദിച്ചു, ഈ കൊച്ചിന് നേരത്തെ സ്നാനപ്പെട്ടിട്ടുണ്ടോ? അപ്പം ഇല്ല. അപ്പോൾ അന്ന് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അടുത്ത ശുശ്രൂഷ തുടങ്ങുന്നത്. അതിലെല്ലാം നമ്മുടെ സഭയുടെ ഉപദേശങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ആ ചോദ്യങ്ങളെല്ലാം ഉള്ളത്. ഒരിക്കൽ സ്നാനപ്പെട്ടവരെ എന്ത് ചെയ്യത്തില്ല, വീണ്ടും സ്നാനം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കൊച്ചിനെ നേരത്തെ സ്നാനം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, സ്നാനം കൊടുക്കും. സ്നാന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തത്, പ്രതിജ്ഞ എടുത്തത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു, സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു, ലോകത്തിലുള്ള സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ സ്നാനപ്പെട്ടത് നിങ്ങൾ ആരായിത്തീർന്നു? ബപ്തിസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? പിന്നെ ദൈവമക്കളായി തീർന്നു, ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നു, ദൈവസഭയിലെ ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളായി തീർന്നു, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നു. എന്തെല്ലാം പദവികൾ ഇട്ടല്ലേ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ആരായി? നിങ്ങളൊരു ക്രിസ്ത്യാനിയായി. നിങ്ങൾ ആരായി? ഒരു ക്രിസ്ത്യാനിയായി, ദൈവ പൈതലായി. എപ്പോൾ? വിശുദ്ധ സ്നാനം കഴിഞ്ഞപ്പോൾ, വിശുദ്ധ ബപ്തിസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ദൈവ പൈതലായി. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിലാണ് ദൈവ പൈതലായി. അതുവരെ നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ സാധാരണ ലോകത്തിലുള്ള ഒരു പൈതലായി, മനുഷ്യക്കുഞ്ഞായിരുന്നു. സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായി, ദൈവ കുഞ്ഞായി അല്ലേ. അതിനുശേഷം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു അല്ലേ. ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ നിങ്ങളെ കൈകളിലെടുത്ത് കർത്തൃമേശ കൊണ്ടുപോയി അവിടെ നിങ്ങളെ സമർപ്പിച്ചു. ദൈവമേ, ഈ പൈതലിനെ എന്ത് ചെയ്യണം? ഈ പൈതലിനെ എന്നേക്കും ഇവൻ അങ്ങേക്കുള്ളവനായിരിക്കാനുള്ള സഹായിക്കണം, എല്ലാവിധമായ കൃപകളും നൽകണമേ എന്നും പറഞ്ഞ് ഈ പൈതൽ നിങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സമർപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സ്നാനത്തിന് ആരും വിളിച്ചില്ലേലും എന്ത് ചെയ്യണം? നിങ്ങൾ പയ്യെ ഒന്ന് പോകണം. പോയിട്ട് ഇതെന്നെ ഇവിടെ നടക്കുന്നതെന്ന് കാണണം. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ അഭിനയ ദാനിയേൽ തിരുമേനി പ്രത്യേകമായി പറഞ്ഞ് ഒരു ഏർപ്പാട് ചെയ്തത്, നിർദ്ദേശം കൊടുത്ത്, സ്നാനം എന്നേ പാടുള്ളൂ. നേരത്തെ അങ്ങനെയാണ്, പിന്നെ ഇടക്കാലത്ത് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. ഞായറാഴ്ച ആരാധന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സ്നാനം നടത്തുള്ളൂ. എന്താ കാരണം? ഈ സ്നാനം എന്നാന്ന് എന്ത് ചെയ്യണം, ഈ ആൾക്കാർ അറിയണം ഇതിനകത്ത് എന്നാ പറയുന്നത് അറിയാൻ വേണ്ടിയാണ്. പലർക്കും സ്നാനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയത്തില്ലല്ലേ. നിങ്ങൾ സ്നാനപ്പെട്ടോന്ന് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും എന്ത് ചെയ്യാണ്, സംശയമാണ് അല്ലേ. കാരണം എന്താ? സ്നാനം എങ്ങനെയാണെന്ന് നമ്മൾ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പരസ്യമായ സ്നാനം എന്ന് പറയുന്നത് സ്നാനമാണ്. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ നമ്മുടെ സൗകര്യം, അച്ഛന്മാർക്ക് ഉപദേശിച്ചവർക്ക് വരാനും, പ്രിയപ്പെട്ടവർക്ക് വരാനും, ജോലിയുള്ളവർക്ക് വരാനും, ബന്ധുമിത്രാദികൾക്ക് വരാനും എല്ലാം കൂടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് ശനിയാഴ്ച വേണം, ഞങ്ങൾക്ക് വ്യാഴാഴ്ച വേണം, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്. നമ്മൾ അനുവാദം കൊടുക്കാറുമുണ്ട്. കാരണം സ്നാനം കഴിയാതെ എന്ത് ചെയ്തത് പോകരുതല്ലോ എന്ന് വിചാരിച്ചാണ് എന്ത് ചെയ്യുന്നത്. ഇട ദിവസമാണ് ഒരു സ്നാനം നടത്തണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണ് അതെങ്ങനെ സാക്ഷ്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെങ്ങനെ ഉള്ള സ്നാനങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പള്ളിയിൽ സ്നാനം നടക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് പോവുക, എന്താ അവിടെ നടക്കുന്നതൊക്കെ. സ്നാനം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാം. പിന്നെ സാപ്പാട് കാര്യങ്ങൾക്കൊന്നും വേണ്ടി എന്നിരുന്നെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു, ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ചു, നിങ്ങളെ സമർപ്പിച്ചു. ഏതാണ്ട് എത്ര വർഷം മുമ്പായിരിക്കും? എത്ര വർഷം മുമ്പായിരിക്കും? നിങ്ങളുടെ വയസ്സിന് അത്രയും നമുക്ക് പറയാം അല്ലേ. നിങ്ങൾക്ക് 14 വയസ്സാണെങ്കിൽ 14 വർഷം മുമ്പ്, 15 വയസ്സാണെങ്കിൽ 15 വർഷം മുമ്പ്, അല്ല 20 വയസ്സാണെങ്കിൽ 20 വർഷം മുമ്പ്. സാധാരണ നമ്മൾ സ്ത്രീകരണത്തിന് കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് 14-ാമത്തെ വയസ്സിലാണ്. ഇപ്പം ആൾക്കാർ വീണ്ടും ചോദിക്കേണ്ടത്, തിരുമേനി 14 വയസ്സായില്ല. അതുകൊണ്ട് എന്നാലും ഞങ്ങളുടെ പള്ളിയിൽ ഈ അടുത്ത 4 വർഷം കഴിഞ്ഞേ സ്ത്രീകരണമുള്ളൂ, അതുകൊണ്ട് 13കാരനെയും കൂടെ നിങ്ങൾ ചേർത്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അനുവാദവും എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. കാരണം ആ കൊച്ചു പിന്നെ പഠിച്ചെല്ലാം പോയി സ്ത്രീകരണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അതിനേക്കാളും പിന്നീട് ബുദ്ധിമുട്ടാണ്, പിന്നെ അപേക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ചെറിയൊരു വഴക്കൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, അവൾ അനുമതി കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സമർപ്പിച്ചതിന് ശേഷം കൊച്ചിനെ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാണും. മുഖത്ത് ചിരി വരുമ്പോൾ നമുക്കറിയാം, ഈ കൊച്ചിനെ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കും, അവർക്ക് സന്തോഷമുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. കൊച്ചിനെ മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അവർ പറയും, പോകരുത് അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ഈ കൊച്ച് നല്ല ഒരു ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളരാനായിട്ട് ഏറ്റവും അതിൻ്റെ അകത്തുള്ള പദപ്രയോഗം ഇതാണ്: സൗഹൃദത്തോടെ വളർത്തപ്പെടേണ്ടതിനെ നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് പറയുന്നത്. സൗഹൃദത്തോടെ എന്ന് പറഞ്ഞാൽ എന്താ?
ഏറ്റവും നല്ല രീതിയിൽ ഈ കുഞ്ഞ് വളരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിൽ കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഇടപെടലുകൾ കൊണ്ട്, നിങ്ങളുടെ ഒരു അരുതാത്ത മാതൃകാ ജീവിതം കൊണ്ട് ഈ കുഞ്ഞ് എന്ത് ചെയ്യും, ഒരു തെറ്റ് ചെയ്യാൻ പഠിക്കരുത്, തെറ്റിലേക്ക് അകപ്പെട്ടു പോകരുത്. ദൈവ പൈതലിൽ ചേരാത്ത ഒരു സംഗതികളും എന്ത് ചെയ്യരുത്, ഈ കുഞ്ഞ് നിങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കാനായിട്ട് ഇടയാകരുത്. അതാണ് സൗഹൃദത്തോടെ വളർത്തപ്പെടുക എന്ന് പറയുന്നത്. ഒരു ആത്മീയ അന്തരീക്ഷം എന്ത് ചെയ്യണം, ആ വീട്ടിൽ ഉണ്ടാകണം. ഉണ്ടാക്കുമോ? കാര്യമായിട്ട് ഉണ്ടാക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. പഠിപ്പിച്ചോ. 10 കൽപ്പനയെ കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചോ. വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം, ഈ കൊച്ചിനെ പഠിപ്പിക്കും. പഠിപ്പിച്ചോ. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംഗതികളും പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും ചെയ്യുവാനും നിങ്ങൾ ഉത്സാഹിക്കുമോ, ബദ്ധശ്രദ്ധരായിരിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് 14 വർഷം മുമ്പ് എന്ത് ചെയ്തു, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പേരൻസ് പോയി. ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ജ്ഞാനവാദക്കാരും മാതാപിതാക്കന്മാരെല്ലാം കണ്ട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരുടെ അടുത്ത് കൊണ്ടുവന്നേ? ആരുടെ അടുത്ത കൊണ്ടുവന്നേ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. എന്നാ പറഞ്ഞിട്ട് പോയത്? ആരുടെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞേ? അച്ഛൻ ഇത് പറഞ്ഞിട്ട് ഇതന്ന് അച്ഛൻ കേട്ടില്ലായിരുന്നു അല്ലേ? സോറി. ആരുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞേ? മാതാപിതാക്കന്മാർക്ക് പറയാം, ജ്ഞാനമാതാക്കം പറയാം. ആരുടെ അടുത്ത് കൊണ്ടുവരുമെന്നാ പറഞ്ഞേ? കൊണ്ടുവരണമെന്നാ പറഞ്ഞേ? കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോയേ? ഉറക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഒരാൾ എഴുന്നേറ്റ് ധൈര്യമാണ്, എപ്പിസ്കോപ്പയുടെ അടുത്ത് ചൊല്ലണം അല്ലേ? മക്കളെ, എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ, എന്നതാ? എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്നതാണ്? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, തെറ്റോ ശരിയോ പ്രശ്നമല്ല, അത് ഞാൻ തീരുമാനിച്ചോളാം. ഓക്കെ, ആരാ? ബിഷപ്പ് അല്ലേ? ബിഷപ്പിൻ്റെ അടുത്ത് നമ്മളൊക്കെ ഏത് പള്ളിക്കാർ, ഏത് പാരമ്പര്യം നമുക്കുള്ളത് അറിയാമോ? എപ്പിസ്കോപ്പൽ പാരമ്പര്യം. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ? സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ബിഷപ്പ് അല്ലേ? ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണം. എന്തിനു വേണ്ടിയാ? സ്ഥിരീകരണത്തിന് വേണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, അത് ബാക്കി നിങ്ങളെല്ലാം പറഞ്ഞില്ല, വളരെ ശരിയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ 14 വർഷത്തിന് മുമ്പ്, സുമാർ 14 വർഷത്തിന് മുമ്പ് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ പേരൻസും ജ്ഞാനമാതാക്കന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന. അപ്പം അങ്ങനെയാണ് നിങ്ങളിവിടെ വന്നു. അന്നെടുത്ത പ്രതിജ്ഞയുടെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും എടുത്തിട്ടുള്ള അനേക കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യും, ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്തു ചെയ്യും, ഇവിടെ കൊണ്ടുവരും എന്നുള്ളത്. ഓക്കെ, 10 കൽപ്പന അറിയാമോ? അറിയാം. ഇപ്പോൾ അച്ഛൻ ഇന്ന് മനഃപൂർവ്വം അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, 10 കൽപ്പന അരമണിക്കൂടെ എടുത്താണെങ്കിലും എന്ത് ചെയ്തു, അത് അച്ഛൻ പാടി. അത് ആ കാര്യത്തിൽ പിള്ളേർക്ക് എന്ത് ചെയ്യത്തില്ല, തെറ്റ് വരത്തില്ല അല്ലേ? 10 കൽപ്പന ഉണ്ട്. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? 3. ഏതെല്ലാം നിങ്ങൾ പറഞ്ഞേ? ഓക്കെ, എത്ര എണ്ണം നിങ്ങൾക്കറിയാം? ഏതെല്ലാം? സാധാരണ ചൊല്ലാത്ത വിശ്വാസ പ്രമാണം ഏതാണ് നിങ്ങൾ പറഞ്ഞു? അതെന്നെ ചൊല്ലാത്ത? അതെന്നെ ചൊല്ലാത്ത? ഇപ്പം 10 കൽപ്പനയുടെ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ പലരും ഓർത്ത് എന്ത് ചെയ്താൽ മതിയായിരുന്നു, പാടണ്ടായിരുന്നു, ബാക്കി പ്രതിവാക്കായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എത്ര സമയം ലാഭിക്കാം? ഒരു 5 മിനിറ്റ് എങ്ങനെയാണെങ്കിലും ലാഭിക്കാം. അത് നമ്മൾ ഓർത്തു പലരും അല്ലേ? പിന്നെ ചിലർ ഓർത്തു 10 കൽപ്പന വേണ്ടായിരുന്നു, ചുരുക്കി പറയാൻ അവസരം അതിനകത്ത് കിടപ്പുണ്ട്, അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നൊരു ദീർഘ സർവീസ് അല്ലേ? ഇന്നൊരു 4.5 മണിക്കൂറുള്ള സർവീസാണ്. അച്ഛൻ അത്രയും ചുരുക്കിയായിരുന്നു എന്ത് ചെയ്യാനും, നമുക്കൊരു 10 മിനിറ്റ് നേരത്തെ എന്ത് ചെയ്യായിരുന്നു, പോകാമായിരുന്നു. എന്നെല്ലാം നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒന്നും ചിന്തിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ, വെറുതെ
പറയുവാൻ നമ്മുടെ സി എസ് ഐക്കാരുടെ ഒരു ചിന്താഗതി പറയുവാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നാൽ ഞാനും അങ്ങനെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അത്താനയോസിൻ്റെ വിശ്വാസ പ്രമാണം വളരെ ദീർഘമായിട്ടുള്ള വിശ്വാസ പ്രമാണമാണ്. സാധാരണഗതിയിൽ നമ്മൾ തൃത്വ ഞായറാഴ്ച എന്ത് ചെയ്യാറുണ്ട്? അത് ആ വിശ്വാസ പ്രമാണം ഉള്ള അത് സംഘടിപ്പിച്ചിട്ട് ഗായക സംഘം അച്ഛന്മാരിലാണ് ചേർന്നുണ്ട് അത് ചൊല്ലാറുണ്ട് തൃത്വ ഞായറാഴ്ച. എങ്ങനെയാണ് വിശ്വാസ പ്രമാണമൊക്കെ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്? വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കം പറയും. ഓക്കെ, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം. ഓക്കെ, എങ്ങനെയാണ് ഇത് ഉണ്ടായത്? എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? സാഹചര്യം എന്തായിരുന്നു? ഓക്കെ, വിശ്വാസപ്രമാണം ഇത് ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എൻ്റെ വിശ്വാസം ഇതാണെന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. മറ്റു പല വിശ്വാസങ്ങളും എന്നുണ്ട് നമ്മുടെ ചുറ്റുപാട് ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിശ്വാസം പോലെ അല്ല എൻ്റെ വിശ്വാസം ഇതാണ് എന്ന് പറയുന്നതാണ്. അതിനാണ് ഒരു വിശ്വാസ പ്രമാണം ആവശ്യമായിട്ട് വരുന്നത്. അതിനൊരു പൊതു ഘടന ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതൊരു പ്രമാണമായിട്ട് ഇന്നും നമുക്കറിയാം പല ഉപദേശ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണ്ട് കാലങ്ങളിൽ അതുണ്ടായിരുന്നു. തൃത്വോപദേശം ത്തിനെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച്, യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ചൊക്കെയും ഭയങ്കരമായ തർക്കങ്ങളും ദുരുപദേശങ്ങളും ആദ്യകാലങ്ങളിൽ സഭയിൽ വന്നപ്പോൾ തൃത്വവിശ്വാസമാണ്, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞ് അവരെ സഭാമക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉപയോഗിച്ച വാക്കുകളും, അതുപോലെ തന്നെ നിക്കിയ സുന്നഹദോസിൽ അന്ന് കൂടിയ സഭാപിതാക്കന്മാരും ചേർന്ന് രൂപീകരിച്ചാണ് ഒന്ന് അപ്പോസ്തലിക വിശ്വാസ പ്രമാണവും, അതുപോലെ തന്നെ നിക്കിയ സുന്നഹദോസിൽ നിക്കിയ വിശ്വാസ പ്രമാണവും. അത്താനാസ്യോസ് എന്ന വിശുദ്ധൻ സഭാപിതാവ് തത്വവിശ്വാസത്തിന് കൂടുതൽ ജനങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് അത്താനാസ്യോസിൻ്റെ വിശ്വാസ പ്രമാണം എന്ന് അത് അറിയപ്പെടുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യമാണ് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്, എങ്കിലും 3 ദൈവങ്ങളല്ല, ഒരു ദൈവം മാത്രമേ. അങ്ങനെ ഒരു പഠിപ്പീര് പോലെ നമുക്ക് കാണാൻ സാധിക്കും. തൃത്വ വിശ്വാസികളാണ്, ത്രിയേക ദൈവ വിശ്വാസികളാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മൾ നിർബന്ധമായതും അത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൽപ്പനകൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആദ്യം പുറപ്പാട് ദിവസം 20-ാം അധ്യായം. ഓക്കെ, ഈ കൽപ്പനകളൊക്കെ എവിടെയാണ് എഴുതി കൊടുത്തേ? എവിടെയാ? ഇല്ല, കൽപ്പലകകളിലാണ് എഴുതി കൊടുത്തത് അല്ലേ? ഓക്കെ, കൽപ്പലകയിൽ എഴുതി കൊടുക്കാൻ കാരണം എന്തായിരിക്കും? ഒന്നാമത് മരുഭൂമിക്കൂടല്ല യാത്രയാണ്, ഈ കല്ലും ചുമന്നുകൊണ്ട് പോകണ്ടേ അല്ലേ? പേപ്പറിലെല്ലാം അങ്ങനെ എഴുതി കൊടുത്താൽ പോരാ. എന്തിനാ കല്ലേൽ എഴുതി കൊടുത്തേ? നശിച്ചു പോകാതിരിക്കാൻ അല്ലേ? മിടുക്കികൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ? ബെസ്റ്റ് ഉദാഹരണമുണ്ട്. നമ്മളിവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ നോക്കിയാൽ ഇഷ്ടം പോലെ ഫലകങ്ങളുണ്ട് അല്ലേ? എന്നാ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഈ പള്ളിക്ക് സംഭാവന കൊടുത്തവർ, ഈ പള്ളി പ്രതിഷ്ഠിച്ചവർ അല്ലേ? ആൾക്കാർക്കറിയത്തില്ലേ? ആൾക്കാർക്കറിയാം ഇവിടെ ആര് സംഭാവന കൊടുത്തേ, ആര് സംഭാവന കൊടുത്തില്ല, ഇതാരാ പ്രതിഷ്ഠിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെ എന്തിനാ ഇത്? അത് വേണമെങ്കിൽ അത്യാവശ്യമാണ് ഒരു പേപ്പർ എഴുതി വെച്ചാൽ മതി. പക്ഷെ പിന്നെ എന്തിനാ ഈ ഗ്രാനൈറ്റൊക്കെ ചേർന്നിട്ട് കല്ലേൽ എഴുതുന്നത് എന്തിനാ? അവിടെയാണ് പ്രധാനം. അത് പേപ്പർ എഴുതി കളയാണതല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട രേഖകളാണ് എന്ത് ചെയ്യുന്നത്? കല്ലിൽ എഴുതുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാഞ്ഞു പോകരുത്. തലമുറകളോളം അത് നിൽക്കണം ഒരു സാക്ഷ്യമായി. അതിനുവേണ്ടിയാണ് കല്ലിൽ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10 കൽപ്പനകൾ പ്രാധാന്യമുള്ളതോ ഇല്ലാത്തതോ? പ്രാധാന്യം മാത്രം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഏത്? കൽപ്പനകൾ. അതെന്ത് ചെയ്തു? അത് കല്ലിൽ ദൈവം എഴുതി കൊടുത്തു. ഓക്കെ, പിന്നീട് എവിടെയാണ് അത് കാണുന്നത്? പിന്നീട് എവിടെ വേദവസ്തുത്തിൽ കാണുന്നത്? പുറപ്പാട് ദിവസം നിങ്ങൾ പറഞ്ഞത് ശരിയാ. പിന്നീട് എവിടെയാണ് കാണുന്നത്? പറഞ്ഞു മത്തായി 22:37-47 ചുമ്മാ പറയുന്നതാണോ അതോ അതിൻ്റെ അകത്ത് എന്നതാ?
ചുരുക്കം. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതല്ല, ഈ കൽപ്പന എവിടെയാണ് പിന്നീട് കാണുന്നത്? ആവർത്തന പുസ്തകമാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് പുറപ്പാട് പുസ്തകമാണ്, അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നീട് അത് ഒന്നുകൂടെ എടുത്തു പറയുന്നുണ്ട്. അതെവിടെയാണ്? ആവർത്തന പുസ്തകത്തിലാണ്. ആവർത്തന പുസ്തകം നമ്മൾ ആദ്യത്തെ അധ്യായങ്ങൾ, 5-ാം അധ്യായം തുടങ്ങിയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് അത് അതേപടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൽപ്പനകൾ അതേപടി പറയുന്നു. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവർത്തിച്ച് പറയാം അല്ലേ? ആവർത്തിച്ച് പറയാം. പുറപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്? എന്തിനാ? പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ശരിയാണ്. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വ്യത്യാസം കാണാൻ സാധ്യത ഉണ്ടോ? ഒരു സങ്കല്പം പറഞ്ഞ ഒരു പ്രായമുള്ളവർക്കും പറയാൻ കേട്ടോ, നോ പ്രോബ്ലം. ആ ചോദ്യത്തിന് ഉത്തരം മാത്രം. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതിന് ശേഷം വീണ്ടും ആവർത്തന പുസ്തകത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമോ? പ്രാധാന്യമുള്ളതായിട്ടാണെന്ന് പിള്ളേർ പറഞ്ഞു. ഓക്കെ, ശരിയാണ്, പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഓക്കെ, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, പ്രാധാന്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ജനമല്ല ആവർത്തന പുസ്തകത്തിലുള്ള ജനം. ഓർത്തിരിക്കണം, പുറപ്പാട് പുസ്തകത്തിലുള്ള ജനമല്ല ആവർത്തന പുസ്തകം വരുമ്പോൾ. എത്ര വർഷമുണ്ട്? എത്ര വർഷത്തെ വ്യത്യാസം കാണും? റഫായിട്ട് പറഞ്ഞാൽ പുറപ്പാടിൽ പറയുന്ന ആദ്യത്തെ ഈ കൽപ്പന കേൾക്കുന്നവരും ആവർത്തനത്തിലെ കൽപ്പന ആവർത്തിച്ച് കേൾക്കുന്നവരും തമ്മിൽ എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ആവർത്തനം അവസാന പുസ്തകം അല്ലേ? ആ 5 പുസ്തകത്തിൽ. ആവർത്തനം കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് കയറുന്നത്? യോശുവ. മോശയാണ്. ആവർത്തനം വരെ മോശയാണ്. യോശുവയുടെ പുസ്തകം യോശുവ തന്നെയാണ് വരുന്നത് അല്ലേ പിന്നീട്. അപ്പോൾ മോശയുടെ കാലം കഴിയാൻ പോകുന്നത് അല്ലേ? ആവർത്തനത്തിൽ മോശ തീർന്നില്ല, തീരാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിര്യാണം സമയമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, ഞാൻ തന്നെ പറയാം. ആ പുറപ്പാട് പുസ്തകത്തിൽ ഫറവോനിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനമാണ് ആദ്യം. ആ ജനം മുഴുവനുണ്ട്. അവിടെ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർക്കൊരു കുഴപ്പം പറ്റി. എന്ത് ചെയ്തു? അവർ പറഞ്ഞു ദൈവത്തെ വിശ്വസിക്കാത്തതുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടും, അതുപോലെ പലതരമായ കുറ്റങ്ങളുടെ കുറവുകളുടെ അനന്തരഫലമായി ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത് ഇവർ പ്രവേശിക്കാൻ പോകുന്ന കനാൻ നാട്ടിനെക്കുറിച്ച് എന്ത് ചെയ്തു? അവരൊരു അന്വേഷണം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ചാരന്മാരെ വിട്ടു അന്വേഷിപ്പിച്ചപ്പോൾ ചില ആൾക്കാർ വന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും വന്നു പറഞ്ഞു, ആ സ്ഥലം നമുക്ക് പറ്റിയതല്ല. പാലും തേനും ഒഴുകുന്നത് പറഞ്ഞാൽ ആ സ്ഥലം നമുക്കവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള ആൾക്കാരെങ്ങനെയാണ്? അവിടെയുള്ള ആൾക്കാർ മഹാമല്ലന്മാരാണ്. ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങൾ വെറും അശ്വമായിട്ട് തോന്നി. അവരൊന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ ഊത്തൂതിയാൽ എന്ത് ചെയ്യും? നമ്മളെല്ലാം പറന്നു പോകും. നമുക്കത് അവകാശമാക്കാതെ വെറുതെ അങ്ങോട്ട് പോയി ജീവൻ കളയാമെന്നല്ലാതെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത്. നമ്മളെന്ത് ചെയ്യണം? തിരികെ മിസ്രൈമിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 പേര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും ജനത്തെ അപ്രകാരം പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയും തർജ്ജനം ചെയ്യുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ 2 പേരാണ്. ഒരാൾ യോശുവയാണ്, മറ്റൊരാളാരാ? മോശയാണ് വിട്ടത്. മോശ കാണാൻ പോയില്ല. ഓക്കെ, ബൈബിൾ ക്വിസിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ചുമ്മാ ചേർന്നേക്കുക. അതിനകത്ത് ഇവിടെ ബൈബിൾ ക്വിസിൻ്റെ ഇഷ്ടംപോലെ സമ്മാനം മേടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൊടുത്ത് ഇരിപ്പുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കിട്ടും, ഉത്തരം അല്ലേ? അപ്പോൾ മോശ പോയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. യോശുവയും ജനങ്ങൾക്ക് പറയാം, മാതാപിതാക്കന്മാർക്ക് പറയാം. യോശുവയും കാലേബും അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ അല്ല, അത് 1-ാം തരം സ്ഥലമാണ്, പാലും തേനും ഒഴുകുന്ന സ്ഥലമാണ്. അവിടുത്തെ വിളവുകൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തലയെ കൈ വെച്ച് പോകും. അത്രയും സുന്ദരം സ്ഥലമാണ്, സുഭിക്ഷിതമായ സ്ഥലമാണ്, നല്ല 1-ാം തരം സ്ഥലമാണ്. അതിന് തെളിവായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്നൊരു ഫലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ മുന്തിരിക്കൊല ഞങ്ങൾ 2 പേര്
ഒരു തണ്ടുമ്മേ കെട്ടി വെച്ചിട്ട് തുള വെച്ചാണ് എന്ത് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ വലിയ മുന്തിരിക്കൊലയായിട്ടാണ് വന്നിരിക്കുന്നത്, തെളിവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് പോകണം. അവിടെ മല്ലന്മാരുണ്ടെന്ന് ശരിയാണ്, അനാക്യ മല്ലന്മാരെ പോലെ ആൾക്കാരുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരെ നമുക്ക് ദൈവം നമ്മോട് കൂടെ ഉണ്ട്, എന്ത് ചെയ്യും, നമുക്കവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പോകണം, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. 40 ദിവസമാണ് ഇതിനു വേണ്ടി അവരെടുത്ത സമയം. എത്ര ദിവസം? ഈ മോശ അയച്ചിട്ട് 40 ദിവസം കൊണ്ട് അവർ ഈ പറയുന്ന കനാൻ ദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നു. വിശ്വസിക്കാതെ ജനത്തെ പിന്തിരിപ്പിക്കാണ്ട് ശ്രമിച്ച ആൾക്കാർ, അങ്ങനെ കൂടിയ ആൾക്കാർ, ആ തലമുറ മുഴുവനും ദൈവം പറഞ്ഞു അവരെന്ത് ചെയ്യത്തില്ല, അവരവിടെ പ്രവേശിക്കുകയില്ല. പകരം ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാം അവരെ അടിമകളാക്കും എന്ന് പറഞ്ഞ, പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ അവർ എന്തു ചെയ്യും, അത് പോയി കൈവശമാക്കുമെന്ന് പറയും. 40 ദിവസത്തിന് 40 വർഷം അവരെന്ത് ചെയ്തു, മരുഭൂമിക്കൂടെ സഞ്ചരിച്ചു എന്നാണ് ചരിത്രം. 40 സംവത്സരത്തിൽ അടക്കുന്നതിന് കനാനാട്ടിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പാണ് ആവർത്തനത്തിൽ മോശ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം പറയുന്നത്. അപ്പോൾ ആദ്യം വന്ന 20 വയസ്സിന് മുകളിലോട്ടുള്ള യുദ്ധപ്രാപ്തരായ 6 ലക്ഷത്തി ചില്ലുവാനും 600,000 ആയിരിക്കുന്ന ജനം മുഴുവനും എന്ത് ചെയ്തു, എണ്ണപ്പെട്ട ആൾക്കാരുടെ എണ്ണമാണ് പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരുടെ എണ്ണം അവിടെ പറയുന്നില്ല. യുദ്ധപ്രാപ്തരായ 20 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് അവിടെ, പുരുഷന്മാരുടെ എണ്ണമാണ് അവിടെ പറയുന്നത്. 600,000, 6 ലക്ഷം. 6 ലക്ഷം എണ്ണി പറയുന്നവരുടെ കുറച്ച് ചെറിയൊരു വ്യത്യാസത്തിൽ പറയുന്നവരുടെ അംഗസംഖ്യ. അവർ മുഴുവനും യോശുവയും കാലേബും ഒഴികെ ബാക്കി മുഴുവൻ ആൾക്കാർ എന്ത് ചെയ്തു, മരുഭൂമിയിൽ മരിച്ചുപോയി. പലതവണയായിട്ട് അവരെല്ലാം മരിച്ചു. അപ്പോൾ പുത്തൻ തലമുറയാണ് എന്ത് ചെയ്തത്, ആവർത്തന പുസ്തകം വന്ന് കനാനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പുത്തൻ തലമുറയാണ്. മനസ്സിലായ ചരിത്രം? പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന കൽപ്പന കേട്ടവരാരാണ്? അവരെല്ലാം എന്ത് ചെയ്തു, അവരെല്ലാം മരിച്ചുപോയി. പുത്തൻ ആൾക്കാർ, പുത്തൻ തലമുറയോട് മോശ എന്ത് ചെയ്യുന്നു, വീണ്ടും പറയാണ്, എടുത്തു പറയാണ്, ആവർത്തിച്ച് പറയാണ്. അതാണ് ആവർത്തനം. അപ്പം രണ്ടിടത്തും ഈ കൽപ്പന പറഞ്ഞു. രണ്ടിടത്തും പുത്തൻ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാം എന്തു തന്നെ, ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഈ കൽപ്പന അതിൻ്റെ വിശദീകരണം മോശയോട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം തൊട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 35-ാം അധ്യായം വരെ ഇടയ്ക്ക് 1-2 തവണ മോശ ഇറങ്ങി വരുന്നുണ്ട് പർവ്വതത്തിൽ നിന്ന്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ കൽപ്പന, അതെങ്ങനെയാണ് അതിൻ്റെ വിശദീകരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ധാരാളം കാര്യങ്ങളെ പറയുന്നത്. അതെല്ലാം ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, ഈ കൽപ്പനയാണ്. ആ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് ചുരുക്കി ദൈവം എന്ത് ചെയ്തു, എഴുതി കൊടുത്തു, കല്ലിൽ എഴുതി കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹെസ്കേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആ കൽപ്പനകൾ ഞാൻ എന്തു ചെയ്യും, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും എന്നാണ് ദൈവം ഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുന്നത്. കല്ലിൽ എഴുതിയ കൽപ്പനകൾ എന്തു ചെയ്യും, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. കല്ലിൽ നിന്ന് എങ്ങോട്ട് മാറുന്നു കൽപ്പന? ഹൃദയത്തിലേക്ക് മാറുന്നു. ഈ കൽപ്പന അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയും ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പറയാൻ സമയമില്ല. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കം ഇതാണ്. ഏറ്റവും അവസാനം അവർ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഈ കൽപ്പന ഇട്ടുവെച്ച പെട്ടകമാണ് ഉണ്ടായിരുന്നത് കാണുവാൻ സാധിക്കും. അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നതെന്നും ആ പെട്ടകം കെരുബുകളുടെ രൂപത്തിൻ്റെ അടിയിൽ വെച്ചിരുന്നു എന്നും നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. കല്ലിൽ എഴുതിയ കൽപ്പന എന്ത് ചെയ്തിരിക്കുന്നു, ഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, അത് എന്ത് ചെയ്യും, ഹൃദയത്തിൽ എഴുതി. എന്തായാലും കല്ലിൽ എഴുതി അവിടെ ഇരുന്ന് പോയി. അതെന്ത് ചെയ്തില്ല, അത് വേണ്ട രീതിയിൽ പ്രമാണിക്കാനായിട്ട് ആൾക്കാർക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, ഇനി എന്ത് ചെയ്യും, അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്നു. ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ഹൃദയത്തിൽ എഴുതുന്ന പറഞ്ഞാൽ എന്താ? പാലിക്കുന്നത്. അതെ, ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അർത്ഥം. കല്ലിൽ എഴുതിയത് ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, കല്ലിൽ എന്തുമാത്രം അത് സ്ട്രോങ് ആയിട്ട് സ്ഥിരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. ഹൃദയം എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ
മനസ്സെന്ന് പറഞ്ഞാൽ അത് മനസ്സ് ഹൃദയമാണോ, ഹൃദയം മനസ്സാണോ, അത് ബുദ്ധിയാണോ, അത് തലച്ചോറിലാണോ, എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തില്ല, നമുക്കങ്ങനെ വിശദീകരിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. ഓരോരോ നിർവചനങ്ങൾ അതിന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ മുഴു അർത്ഥത്തിൽ എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ആ കൽപ്പന എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ, അല്ലെങ്കിൽ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ, ചിന്തയിൽ അത് എഴുതും എന്ന് പറഞ്ഞു. അത് അങ്ങനെ വന്ന് അപ്പോൾ കല്ലിൽ മാത്രം ഇരുന്നാൽ എന്ത് ചെയ്യത്തില്ല, ഇതുകൊണ്ട് പ്രയോജനമില്ല. ഹൃദയത്തിൽ എഴുതിയാൽ എന്ത് ചെയ്യും? ഹൃദയത്തിൽ എഴുതിയാൽ അതനുസരിച്ച് നടക്കാനായിട്ട് പറ്റും എന്നാണ് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്ത് ചെയ്യും? അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം. ഹൃദയത്തിൽ എഴുതും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണോ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്, അതനുസരിച്ചാണ് ഏത് മനുഷ്യനും ജീവിക്കത്തുള്ളൂ. ഏത് മനുഷ്യനും ജീവിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഉള്ളതനുസരിച്ചാണ്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഉള്ളതനുസരിച്ചാണ്. അവൻ്റെ ഉള്ളിലെ മനുഷ്യനെ സ്വാധീനിക്കുന്ന സംഗതികളെ ആശ്രയിച്ചാണ് അവൻ്റെ ജീവിതം കെട്ടുപണി ചെയ്യുന്നത്. കൽപ്പനകൾ അവൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതം. കൽപ്പനകൾ അവൻ്റെ മനസ്സിൽ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അത് അനുസരിക്കാൻ അവന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കൽപ്പന മനസ്സിൽ വേണം, ഉള്ളിൽ വേണം എന്ന് പറയുന്നത്. കൽപ്പന ഉള്ളിൽ വന്നാലും പറ്റത്തില്ല എന്ന് ഹെസ്കേൽ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഹെസ്കേൽ പ്രവാചകൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി പറയാണ്, മാത്രമല്ല ഹൃദയത്തിൽ എഴുതിയതിന് ശേഷം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അതനുസരിച്ച് നിങ്ങളെ നടക്കുമാറാക്കും. അപ്പോൾ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിപ്പാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ, കൃപയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മുടെ ഉള്ളിലുള്ള ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സാരം. ഹെസ്കേൽ പ്രവാചനം അത് വളരെ ശക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു വള്ളി പുള്ളി തെറ്റാതെ എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യത്തില്ല, ഒരു വള്ളിയോ ഒരു പുള്ളിയോ എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ആക്കണം. ഓക്കെ, കൽപ്പന ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പഠിക്കണം അല്ലേ? ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ. അതുപോലെ മറ്റ് അനേക ഇലക്ട്രിക് ഉപകരണങ്ങൾ, മറ്റ് AI പോലെയുള്ള അതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടുത്തെ മാക്സിൻ ജോണച്ചനെ വിളിക്കണം. നമുക്ക് മാക്സിൻ ജോണച്ചനെ വിളിക്കണം. നമ്മൾ ഫോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സാധാരണ രീതി അനുസരിച്ച് കുറേ ആൾക്കാരുടെ ഫോണെല്ലാം നമുക്കറിയാം. മാക്സിൻ ജോണച്ചനെ വിളിക്കാൻ വേണ്ടി നമ്മൾ MAX അടിക്കുമ്പോൾ തന്നെ എന്തായി? അത്ര അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ എന്ത് വരും? മാക്സിൻ ജോൺ തന്നെ നമ്പർ വരും, പേര് വരും, നമ്പർ വരും. റവറൻ മാക്സിൻ ജോൺ നമ്പർ അല്ലേ? നമ്മളത് മുഴുവൻ അടിച്ചില്ല, പക്ഷേ എന്ത് ചെയ്തു? മാക്സിൻ അടിക്കുമ്പോൾ തന്നെ വന്നു, അവിടെ നമ്പർ വന്നു. എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് ആ പേര് വന്നവിടെ? നമ്മൾ മുഴുവൻ പേരടിച്ചില്ല, പക്ഷേ അത് മുഴുവൻ എന്ത് ചെയ്തു? അന്നേരം തന്നെ വന്നു. എങ്ങനെയാണ് വന്നേ? നമ്മൾ നേരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? അച്ഛൻ്റെ ഫോൺ നമ്പറും പേരെല്ലാം തന്നെ അത് സേവ് ചെയ്തിട്ടിരിക്കുക. സേവ് ചെയ്തിട്ടിപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഫോണിൽ നമ്മൾ കുത്തിപ്പോൾ തന്നെ ഈ ഫോണിന് മനസ്സിലായി എന്താണ് ഇവരാരെയാണ് അന്വേഷിക്കുന്നത് അല്ലേ? ഉടനെ തന്നെ അന്നേരം തന്നെ വന്നു. ഒരുപക്ഷെ സമാനമായ എല്ലാ നമ്പരും ഒരുപക്ഷെ വരാം. അതതിൻ്റെ അകത്ത് നേരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ പറഞ്ഞ പോലെ ഫീഡ് ചെയ്തിട്ടിരിക്കുക. ഫീഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മാക്സിൻ ജോണൊന്നും സെൻറ്റ് ആൻഡ്രോസ് CSI പള്ളിയിൽ നിന്നൊന്നും അടിച്ചാൽ എന്ത് ചെയ്തില്ല? അത് കിട്ടത്തില്ല. കാരണം അതിൻ്റെ അകത്ത് ഇല്ല. അതാ കൽപ്പന ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കൽപ്പന എന്ത് ചെയ്യുന്നു? 10 കൽപ്പന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് തക്ക സമയത്ത് എന്ത് ചെയ്യണം? അത് വരും. എങ്ങനെയാണ് വരുന്നത്? ഞാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞ പോലെ പറയാം. നിങ്ങളിന്ന് സ്ഥിരീകരണമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. വൈകുന്നേരം മമ്മി പറയാണ്, തീയൊന്ന് നീക്കിയിട്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അതൊന്ന് ഓഫ് ചെയ്തേ. എനിക്കിപ്പം നേരം ഏത് കൽപ്പനയായിരിക്കും അതിനകത്ത് ലംഘിച്ചു പോയത്? അല്ല, ഏത് കൽപ്പനയായിരിക്കും വർക്കൗട്ട് ചെയ്യാതെ പോയത്? പരമേ ഭഗവാനികൾ കൽപ്പന എന്ത് ചെയ്യേ? വർക്കൗട്ടായില്ലേ അല്ലേ? ആ കൊച്ചിൻ്റെ ഉള്ളിൽ അതൊന്നും ഇല്ല. പള്ളിയിൽ പോകണം, ആരാധിക്കണം.
എല്ലാ ഞായറാഴ്ച എൻ്റെ പള്ളി എടാ നേരം ഇന്ന് ഞായറാഴ്ച അറിയത്തില്ല എന്നാ കിടപ്പാ നീ കൊയറിലുള്ളതല്ലേ ഏച്ചു പോ. ഓ എനിക്ക് പറ്റും. ഇവിടെ അവർ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഇച്ചിരി കഴിയുമ്പോൾ എന്നാ എല്ലാ ദിവസവും എല്ലാ വിശുദ്ധ ദിവസങ്ങളും പള്ളിയിൽ പോയി ആരാധന കൂടും എന്നും പറഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ കാണാം തലയാട്ടി പിള്ളേരെ സമ്മതിക്കുന്നത്. അവർ ഓരോരുത്തരും പറയുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് എന്നാ പറയാണ് പപ്പായും മമ്മിയും എടാ ഏക്കടാ പള്ളിയിൽ പോടാന്ന് പറയുമ്പോൾ ഞാനിന്ന് പോകും നിങ്ങളങ്ങ് പോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ എടുത്ത് പ്രതിജ്ഞ തെറ്റിച്ചു അല്ലേ? അത് അനുസരിക്കാൻ പറ്റത്തില്ല, മറന്നുപോയി, പ്രായോഗികമാക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ആധുനിക കാലത്ത് ഒത്തിരി ചാറ്റും ചൂറ്റുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഫോൺ വിളിയൊക്കെ ആയിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ എപ്പോഴും പൈസ വേണം. എത്ര തവണയാണ് ചോദിക്കുന്നത് അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് 10 പൈസയുടെ വരുവാനും ഇല്ലതാ. പിന്നെ പപ്പാടിയും മമ്മയുടെയും കയ്യൊക്കെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിതൊക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. ഓ എത്ര തവണയാണ് ചോദിക്കാം, അതുകൊണ്ട് നോക്കിയേക്കാം, അങ്ങനെ ഇരിക്കും എന്നുള്ള രക്ഷയില്ല. അതിനാണ് പപ്പ എന്ത് ചെയ്തിരിക്കുന്നത്? ഡാഡി എന്ത് ചെയ്യുന്നത്? ഡാഡി എങ്ങാണ്ട് പോയിട്ട് പാൻ്റെ അവിടെ കൂടിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ പേഴ്സ് അതിനകത്ത് തന്നെ കിടപ്പാണ്. നമ്മളെന്ത് ചെയ്യുന്നു? അവിടെ ചെന്ന് സൂത്രത്തിൽ അത് നിന്ന് പൊക്കി നോക്കി അതിൻ്റെ അകത്ത് നിന്നൊരു 100 രൂപ എന്ത് ചെയ്തു? കൂടുതലൊന്നും എടുത്തില്ല, ഒത്തിരി രൂപ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഒരു 100 രൂപ എടുത്ത് എടുക്കാനായിട്ട് നമ്മൾ നോക്കും. അന്നേരമാണ് കൊച്ചോർത്ത എന്താ മോഷ്ടിക്കരുത്. ഇപ്പം പാടി സഹായിക്കണമെന്ന് പറഞ്ഞ് പാടിയുള്ളൂ അല്ലേ? മോഷ്ടിക്കരുത്. ഉടനെ എന്ത് ചെയ്തു? അത് അവിടെ തന്നെ ഇട്ടിട്ടു ഒറ്റപ്പോക്ക്. ആരെങ്കിലും കണ്ടോ നോക്കി, ആരും കണ്ടില്ല പോയി അല്ലേ? ആ കൊച്ചിനെ ആ മോഷണം എന്നുള്ള അല്ലെങ്കിൽ പപ്പ അറിയാതെ ഡാഡി അറിയാതെ എടുക്കുന്നതിൽ പിന്തിരിപ്പിച്ചത് എന്താണ്? മോഷ്ടിക്കുന്നൊരു കൽപ്പന അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഓർമ്മ വന്നു അല്ലേ? അത് വർക്കൗട്ടായി. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുതെന്നുള്ളതിന് അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തൊരു പ്രാമുഖ്യം കിട്ടി. അവൻ എന്ത് ചെയ്തു? അന്നേരം ഇട്ടു. അവിടെ കൽപ്പന എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള കൽപ്പന എന്ത് ചെയ്തു? അതനുസരിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും? ഈ കൽപ്പന നമ്മുടെ മനസ്സിൽ വരികയും അത് ഓർമ്മപ്പെടുത്തുന്നതും അത് ചെയ്യാതെ ഇരിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും എന്താണ്? പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കൽപ്പനകൾ ഉള്ളിൽ എഴുതും, ഹൃദയത്തിൽ എഴുതും. എഴുതിയതിന് ശേഷം അതിന് പ്രകാരം നടക്കാനായിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കൂടെ എന്തു ചെയ്യും? തരും. അതാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് നിങ്ങൾ പറഞ്ഞ പോലെ മാതാപിതാക്കന്മാർ ജ്ഞാനപിതാക്കന്മാരെടുത്തുള്ള പ്രതിജ്ഞകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്ന് അവിടെ പറയുന്ന പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമാണ്. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെ തെളിവ് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വേദപുസ്തകത്തിൽ ഉണ്ട്, നമ്മുടെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഭാധ്യക്ഷന്മാർ അവരുടെ തലമേൽ കൈവച്ച് സഭാജനങ്ങളെല്ലാവരും ഒന്നുടക്കം പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപ അവർക്ക് ലഭിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ സ്വയമായിട്ട് എന്ത് ഏറ്റെടുക്കുകയാണ്? ദൈവത്തിൽ ആശ്രയിച്ച് ആ ബന്ധം എന്ത് ചെയ്യണം? പിന്നീട് ആ ദൈവവുമായുള്ള ബന്ധം എന്ത് ചെയ്യണം? നിങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കേണ്ടത് ആവശ്യം. അതാണ് എൻ്റെ പ്രാധാന്യം. ഓക്കെ, സക്രമം എത്രയുണ്ട്? ഏതെല്ലാം? ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? CSI പള്ളി എന്ന് പറഞ്ഞാൽ എന്നാ പള്ളിയാ? മറ്റ് പള്ളികളൊക്കെ ഏതാണുള്ളത്? സഭകൾ വേറെ സഭകൾ ഏതാ ഉള്ളത്? ഒരു 3-4 സഭകളുടെ പേര് പറഞ്ഞേ. യാക്കോബ് സഭ, മർത്തോവ സഭ, പെന്തക്കോസ്ത് സഭകൾ. കത്തോലിക്ക സഭ. ഓക്കെ, നിങ്ങൾക്ക് കുറേ സഭകളുടെ പേരൊക്കെ അറിയാം. കൊള്ളാം, നല്ല കാര്യം. ഓക്കെ, ഇതിൽ ഈ സഭകളെല്ലാം ഒരുപോലെയുള്ളതാണോ? ഒന്നാണോ? വ്യത്യാസം വലുതുണ്ടോ? എന്നാ വ്യത്യാസമുണ്ട്? CSI സഭ നമ്മുടെ സഭയായതുകൊണ്ട് മറ്റ് സഭകളും മറ്റ് ഇതര സമുദായങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് വ്യത്യാസം? ഓക്കെ, പയ്യെ പറയാവുള്ളൂ. ഓക്കെ, കാരണം അതെല്ലാം അവരെടുത്ത് ദൂരെ കളഞ്ഞെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ, പറഞ്ഞത് ശരിയാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഇവിടെ എന്തില്ല? അങ്ങനെയുള്ള ആകടുപണികളൊന്നും ഇല്ല. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. പിന്നെ
നമ്മൾ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പറഞ്ഞത്. ഓക്കെ, ത്രിയേക ദൈവത്തിലാണ് എല്ലാ മെയിൻ ലൈൻ ചർച്ചസും ഏതിലാണ് വിശ്വസിക്കുന്നത്? ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഏതാനും പെന്തക്കോസ്ത് സഭകളും ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെ എന്നായിരിക്കും വ്യത്യാസം? സ്നാനം ഒരു വ്യത്യാസമാണ്. മോൻ പറഞ്ഞ് ശരിയാണ്. സ്നാനം ഒരു വ്യത്യാസമാണ്. സഭകൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസത്തിന് കാരണം, അല്ലെങ്കിൽ ഭിന്നിപ്പിന് കാരണം എന്ന് പറഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു കാര്യം സ്നാനമാണ്. നമ്മൾ സഭ സ്നാനത്തെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്, നമ്മൾക്കും സ്നാനമുണ്ട് അല്ലേ? അല്ല പിന്നെ നമ്മളിവിടെ വരുമോ? പിന്നെ എന്നാ കുഴപ്പം? അവർ സ്നാനപ്പെടും, നമ്മൾ സ്നാനപ്പെട്ടു, എന്നാ കുഴപ്പം? എന്നാലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാ ചെയ്യുന്നുണ്ട്? ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഉപദേശങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വേറെ സ്നാനത്തിനൊക്കെ പോകുന്നു അല്ലേ? അതിൻ്റെ അകത്തൊരു കുഴപ്പം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഏത്? ഉപദേശകന്മാരുടെ, ബിഷപ്പിൻ്റെയും അച്ഛന്മാരുടെ, ഉപദേശിമാരുടെയൊക്കെ ഭാഗത്തുണ്ട്. വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ സഭ എന്താണെന്നും എന്താണ് അവരെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല? ജനത്തെ എന്ത് ചെയ്യുന്നില്ല? പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇതിനേക്കാളും നല്ലത് അതാണെന്ന് ഓർത്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അതെന്താണ്? അർത്ഥശൂന്യമായ കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, CSI സഭ എന്ന് പറയുന്നത് അതെന്നാ ഉണ്ടായെന്ന് പറഞ്ഞ് 47 അല്ലേ? നമ്മുടെ ഇരുമാപ്പള്ളി ഉണ്ടായിട്ട് എത്ര നാളായി? ഇത് 47 ആണെങ്കിൽ അത് 175 വർഷമാകുമ്പോൾ ഈ അടുത്ത മാസത്തിൽ അല്ലേ? അടുത്ത വർഷം ഫെബ്രുവരി 175 വർഷം. അങ്ങനെയാണെങ്കിൽ ഒരു 100 ചില്ലുവാനം വർഷം നമ്മുടെ സഭ എന്നാ സഭയായിരുന്നു? അതായത് CSI ഉണ്ടാകുന്നതിന് മുമ്പ്, 47 മുമ്പ് നമ്മുടെ സഭ ഏത് സഭ എന്നറിയപ്പെട്ടത്? ഇത് നല്ല നക്ഷത്രം പോലെ തെളിഞ്ഞിരിക്കുന്നത് അല്ലേ? CMS MDCMS ഹൈസ്കൂൾ എന്ന് പറയേ. നമ്മൾ CMS ആയിരുന്നു അല്ലേ? ചർച്ച് മിഷൻ സൊസൈറ്റി. അതൊരു ചർച്ചാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്നതാ? എന്നാണ് നമ്മളവിടെ പഠിച്ചതൊക്കെയാണ്. ഓക്കെ, ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭയുടെ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷൻ വിങ്ങാണ് ഏതെന്ന് പറയുന്നത്? CMS എന്ന് പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റി. അത് ഏത് സഭയുടെ മിഷൻ സംഘടനയാണ്? ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആംഗ്ലിക്കൻ സഭയുടെ, എപ്പിസ്കോപ്പൽ സഭയുടെ മിഷണറി വിങ്ങാണ് ഈ CMS എന്ന് പറയുന്നത്. അവരിവിടെ വന്ന് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അവരുടെ ആരാധനയെല്ലാം ഏത് രീതിയിലായി? ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ വന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ CMS എന്ന് പറയുന്നത് ഈ ആംഗ്ലിക്കൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഭയാണ്. ഇന്നും CMS പള്ളികൾ കാണാം. ആ സഭയും ഈ സഭയുമായിട്ട് ഇപ്പോൾ ഉള്ള നമ്മൾ പറയുന്ന CMSുമായിട്ട് അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയായിട്ട് ബന്ധമില്ല. അത് നമ്മൾ മറന്നു പോകാൻ. ഓക്കെ, നമ്മൾ ആ ഒരു രീതിയിലാണ് 1947 തൊട്ട് നമ്മൾ CSI എന്ന് പറയുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന സഭയായിട്ട് മാറി. ഈ CMSകാർ മാത്രമോ ഉള്ളോ, അല്ലെങ്കിൽ ഈ ആംഗ്ലിക്കൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ മാത്രമോ ഉള്ളോ CSIയിൽ അന്ന് കൂടിയത്? അല്ല, നിങ്ങളതിനെക്കുറിച്ച് ഒരുപക്ഷെ കുറച്ചൊക്കെ പഠിച്ച് കാണും. പ്രധാനമായിട്ടും എത്ര പാരമ്പര്യങ്ങൾ ഉൾപ്പെടുന്നു നമ്മുടെ CSI സഭയിൽ? 4. ഏതെല്ലാം? പറഞ്ഞോന്നേ, ഒന്നും കേട്ടില്ല. ഒരാൾ പറയാമോ? പറഞ്ഞു. മിടുക്കി. ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്. 4 വളരെ ക്ലിയറായിട്ടുള്ള സഭാ പാരമ്പര്യങ്ങൾ ഒന്നു ചേർന്നാണ് എന്ത് ചെയ്തത്? CSI എന്ന് പറഞ്ഞ ഐക്യസഭ ഏതാണ്ട് 17ഓളം വർഷത്തെ നീണ്ട കാലയളവിലുള്ള പ്രാർത്ഥനയ്ക്കും ചർച്ചകൾക്കും ശേഷം 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി മദ്രാസിലുള്ള സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് എന്ത് ചെയ്തു? ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആരംഭിച്ചു. അപ്പോൾ അന്ന് അത് ഒന്നായി. ഇതൊരു ഐക്യസഭയാണ്, ഒന്നായി തീർന്ന സഭയാണ്. ചുരുക്കം പറഞ്ഞാൽ ഒന്നായി തീർന്ന സഭയാണ് CSI സഭ. ഒന്നായി തീർന്ന സഭയാണ്. മറ്റ് സഭകളൊക്കെ എന്നാ സഭയാണ്? അന്നേരം ഒറ്റ സഭകളാണ്. അത്രയും മനസ്സിലാക്കി നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. മറ്റ് സഭകളെല്ലാം എന്താണ്? ഒറ്റ സഭകളാണ്. CSI സഭ എന്താണ്? ഒന്നായി തീർന്ന സഭയാണ്.
മറ്റ് സഭകളിലെല്ലാം എന്തുണ്ട്, അവർ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ അവിടെ ഏത് പാരമ്പര്യമേ ഉള്ളൂ? റോമൻ കാത്തലിക് പാരമ്പര്യം മാത്രമേ ഉള്ളൂ. സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ എന്ത് പാരമ്പര്യമേ ഉള്ളൂ? സിറിയനാണ്, ഓർത്തഡോക്സ് പാരമ്പര്യമാണ് വരുന്നത് അല്ലേ. യാക്കോബ സിറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യാക്കോബ സിറിയൻപ്പെട്ട ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ അർത്ഥം? മാർത്തോമാ സിറിയൻ ചർച്ച നിന്ന് മാർത്തോമാ സിറിയനുകൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ, വേറെ ആരും അതിൻ്റെ അകത്തില്ല. പക്ഷേ CSI സഭയിലോ? CSI ആരെല്ലാം ഉണ്ട് പറയാമോ? CSI സഭയിൽ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവനുണ്ട്. ചുരുക്കി ഇങ്ങനെ പറയാം, AD 52 മുതൽ 2024 വരെ ക്രിസ്ത്യാനികളായ CSI സഭയിൽ ചേർന്ന എല്ലാ ആൾക്കാരും CSIയിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി. AD 52 മുതൽ സഭാ പാരമ്പര്യമുള്ള ആൾക്കാരും ഏത് കൂട്ടത്തിലുണ്ട്? ഈ CSI എന്ന് പറഞ്ഞ ഐക്യസഭയിലുണ്ട്. അതിന് ശേഷം വന്നവരുണ്ട്, 364 ശേഷം ഉള്ളവരുണ്ട്, അതിന് 1600 ശേഷം വന്നവരുണ്ട്, AD 1554 ശേഷം ഉള്ളവരുണ്ട്, കൂനം ക്രോസിൽ സത്യം ചെയ്ത ആൾക്കാർ ചിലരുണ്ട് എന്ന് വേണ്ട എല്ലാ ആൾക്കാരും 1848 മുതൽ ഉള്ള ഈ പ്രദേശത്തുള്ള ആൾക്കാരും ഏതിൽ ഉണ്ട്? ഈ CSI എന്ന് പറഞ്ഞ ഐക്യസഭയിൽ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 2024 സ്നാനമേറ്റ ആൾക്കാർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സഭയിൽ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊരു ഐക്യസഭയാണ്, ഒന്നായി തീർന്ന സഭയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ. ഭാഷകൾ നോക്കിയാലോ എന്തുമാത്രം ഭാഷകളാണ് നമുക്കുള്ളത്. വേറെ ഒരു സഭയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത വൈവിധ്യമാണ് ആർക്കുള്ളത്? ഏത് സഭയ്ക്കുള്ളത്? CSI സഭയ്ക്കുള്ളത് അല്ലേ. കേരളത്തിൽ തന്നെ തെക്ക് തൊട്ട് വടക്കോട്ട് നോക്കിയാൽ പല രീതിയിലുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്? ഈ സഭയിലുണ്ട്. പല ആചാരങ്ങൾ അല്ലെങ്കിൽ ആരാധനയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം കൂടെ ഒന്നായി തീർന്നതാണ് എന്ത്? CSI എന്ന് പറയുന്ന ഐക്യസഭ. ലോകത്തിലുള്ള മറ്റ് ഏതൊരു സഭകളെക്കാളും ശ്രേഷ്ഠമേറിയൊരു സഭ എന്ന് പറയുന്നത് ഏത് തന്നെ? CSI സഭയാണ്. സുവിശേഷം യേശുവിനെ ഇന്ത്യയിൽ യാതൊരു ചുക്കും ചൊളിവും കൂടാതെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രദർശിപ്പിക്കാൻ, ഉയർത്തിക്കാണിക്കുവാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ടതാണ് എന്ത്? CSI സഭ. അതുകൊണ്ട് സുവിശേഷ സ്നേഹികളായ എല്ലാ ആൾക്കാർക്കും ഏത് സഭയിൽ ചേർന്ന് നിൽക്കാം? CSI സഭയിൽ ചേർന്ന് നിൽക്കാം. സമാനമായ മറ്റൊരു ഐക്യസഭയാണ് ഏത്? വടക്കേണ്ടിയിലുള്ളത് CNI മറ്റൊരു ഐക്യസഭയാണ്. 1970 അത് രൂപീകൃതമായത്. ഇപ്പോഴും പല സഭകളുമായിട്ട് ഐക്യശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭകളുമായിട്ട് സഭയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സഭ മറ്റു സഭകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മൾ വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കുള്ള ഒന്നായി തീർന്ന ഒരു ഐക്യസഭയാണ് CSI സഭ എന്ന് പറയും. ഉപദേശങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടാം. കൊച്ചു പറഞ്ഞു സ്നാനം ഒരു വ്യത്യാസമാണ് അതല്ലേ. സ്നാനം നമ്മൾക്ക് സ്നാനമുണ്ടോ? CSI സഭയ്ക്ക് ഉണ്ടല്ലേ. മുമ്പേ പറഞ്ഞതാണ് സ്നാനം ഉണ്ടെന്നും കാര്യങ്ങളെല്ലാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CSI സഭയുടെ സ്നാനം എന്നാ സ്നാനമാണ്? ശിശു സ്നാനമാണോ? ആണോ? ഉറപ്പ്? ഞാനൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് കീരിത്തോട്, നിങ്ങളെ അറിയാമായിരിക്കും. കീരിത്തോട് ഇവിടെ ചില ചുടുന്ന ആൾക്കാരിവിടെ ഉണ്ട്. അവിടെ ലോവർ പെരിയാറ്റിൽ കൊണ്ടുപോയി ഞങ്ങളൊരു 100ഓളം ആൾക്കാരെ, 40ലധികം ആൾക്കാരാണ്. അത് PC മാത്തിക്കുട്ടി അച്ഛൻ കീരിത്തോട്ടിൽ ഉപദേശിയായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 94 എൻ്റെ ഒരു വിശ്വാസം. അവിടെ വലിയ ജാഥയായിട്ട് ആൾക്കാരെ 50നും 100നും ഇടയ്ക്കുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് സ്ഥാനപ്പെടുത്തി. കുഞ്ഞുങ്ങളല്ല, അതിനകത്ത് 1-2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും പ്രായമുള്ളവരായിരുന്നു. പ്രായമുള്ളവർക്ക് ശിശു സ്നാനം കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? അവർ ശിശുക്കളല്ല അല്ലേ. ശിശുക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ശിശു സ്നാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രായമുള്ളവർക്ക് എന്തായിരിക്കും? പ്രായമുള്ളവരാണെങ്കിൽ മുതിർന്ന സ്നാനമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഈ CSI സഭയുടെ സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ സ്നാനമാണ്? പറഞ്ഞേ, നിങ്ങൾ എന്നാ മനസ്സിലാക്കിയിരിക്കും? ഏകസ്നാനം. ഓക്കെ, ഏകസ്നാനം എന്നൊരു മുൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളെപ്പോഴാണ് സ്നാനം? നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞാണ് സാധനം. നിങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നാന്ന് ഓർത്തുകൊണ്ടാണ് സ്നാനപ്പെട്ടത്. വിശ്വസിക്കും സ്നാനം കേൾക്കുന്നതും ചെയ്തും രക്ഷിക്കപ്പെടുന്ന ഇത് വേദോസം 16 പറയുന്നത് അല്ലേ, മർക്കോസ് 16 പറയുന്നത്. ഇത് നിങ്ങൾ വായിച്ചിട്ടൊന്നുമില്ലേ?
ശരിയാണോ? നമ്മളെന്ത് ചെയ്യുന്നു? എന്നാൽ ശരി പോയേക്കാം. എവിടെയാണ് വെള്ളം? ഇതാ വെള്ളം, എന്നാൽ മുങ്ങിക്കോ. എന്ത് ചെയ്യുന്നു? മുങ്ങി. ഇപ്പം വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് പോരണ്ട, സ്നാനപ്പെട്ട് അവിടെ തന്നെ നിന്നോണം. കാരണം എന്താ? ഇങ്ങോട്ട് വന്നാൽ അവിടെ ശവടക്കാനുള്ള സ്ഥലമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്നാനപ്പെട്ട കാര്യം വിടുകയും വേണ്ട. നിങ്ങൾക്ക് ഏതായാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ സ്വർഗമുണ്ട്. എന്താ? സ്നാനപ്പെട്ടു. അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആരെല്ലാം പോകില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭയുടെ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സഭയുടെ സ്നാനം ഏക സ്നാനം എന്ന് പറയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ് CSI സഭ അംഗീകരിക്കുന്ന സ്നാനം. ഒറ്റ സ്നാനം, ഏക സ്നാനമല്ല, ഒറ്റ സ്നാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം, ഒറ്റ സ്നാനം. ഒരിക്കൽ ഒരു മനുഷ്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ വീണ്ടും സ്നാനപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ രണ്ടാം സ്നാനം എന്ന് പറയുന്നത് CSI സഭ പഠിപ്പിക്കുന്നില്ല. അത് വേദവിപരീതമാണ്, ദൈവവചനത്തിനെതിരാണ് എന്നാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം സ്നാനത്തെ എതിർക്കുന്നത്. അങ്ങനെ സ്നാനപ്പെട്ടാൽ ആരെ സഭയിൽ നിന്ന് മുടക്ക് കൽപ്പിക്കുന്നത്, അതാണ് അടിസ്ഥാനം. നമ്മുടെ സഭയുടെ ഉപദേശത്തിന് വിപരീതമാണ്. ഓക്കെ, അങ്ങനെയാണ് പിന്നെ നമ്മളൊക്കെ എങ്ങനെ രക്ഷ പ്രാപിക്കും, അല്ലേ? രക്ഷ പ്രാപിക്കുന്നത്, ഒരു പൈതൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് ഒരു കുഞ്ഞിനെ ദൈവം നൽകുമ്പോൾ അവനെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം? ദൈവപക്ഷത്താക്കി തീർക്കുക എന്നുള്ളതാണ്. അവനെ ഏറ്റവും ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? ദൈവപക്ഷത്താക്കി, ദൈവപൈതലാക്കി തീർത്തുകൊണ്ട് ആ കൊച്ചിനോട് എല്ലാ ദിവസവും പറയണം, മോനെ നീ ആരാണ്? നീ ഒരു ദൈവപൈതലാണ്, നീ ഒരു ദൈവപൈതലാണ്. ദൈവപൈതലിന് നടക്കേണ്ട ഒരു വഴിയുണ്ട്, അവൻ സ്വീകരിക്കേണ്ട വിശ്വാസമുണ്ട്, അനുഷ്ഠിക്കേണ്ട പ്രവൃത്തികളുണ്ട്, കാര്യങ്ങളുണ്ട്. അവനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് ഓർമ്മപ്പെടുത്തേണ്ട ചുമതലയാണ് ആർക്ക്? മാതാപിതാക്കന്മാർക്ക്, ജ്ഞാനമാതാക്കന്മാർക്കും ഉള്ളത്, സഭയ്ക്കുള്ളത്. അത് സ്നാനത്തിൻ്റെ സമയം മുതൽ സ്ഥിരീകരണത്തിന് അവൻ വരുന്നിടം വരെ ആ ബാധ്യത അവനുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് അവർ ഒഴിഞ്ഞു പോകുന്നത്. ഇന്ന് നിങ്ങൾ തന്നെ പറയുന്നു, എന്ത് ചെയ്തു? ഞങ്ങളത് ഏറ്റെടുത്തു കൊള്ളാം, ഞങ്ങളത് അനുസരിച്ചു കൊള്ളാം. ഞാൻ ദൈവപൈതലാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ സ്വയം മനസ്സിലാക്കും. ഞാനിനി ആ ദൈവപൈതലിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോകുന്ന, പ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഇത്. അതിന് ഇതുവരെ നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. ഏറിയും കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ വേദ പഠനം മുഴുവനും നമ്മൾ സൺഡേ സ്കൂൾ അധ്യാപകരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിനൊന്നും നേരമില്ല. അങ്ങനെ ഒരു വലിയൊരു കുഴപ്പം വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ വാതിൽ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന് നമ്മുടെ പിള്ളേർക്ക് എന്ത് ചെയ്യത്തില്ല, പലപ്പോഴും അറിയത്തുമില്ല. അത് നമ്മുടെ കുഴപ്പമാണ്, പ്രായമുള്ളവരുടെ കുഴപ്പമാണ്. നമ്മൾ ഒരു കൊച്ചിനെ നമ്മൾ സ്നാനപ്പെടുത്തിയാൽ ആ കൊച്ച് ദൈവപൈതലാണെന്ന് ഓർക്കണം. നമ്മൾ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ കഥയിൽ, ഉപമയിൽ പ്രകാരം കണ്ടിട്ടുണ്ട്. ഇളയമന് എന്ത് ചെയ്തു? അവൻ പോയി അവൻ്റെ കാശെല്ലാം മേടിച്ച്, വീതെല്ലാം മേടിച്ചുകൊണ്ടുപോയി എല്ലാം അത് വിറ്റഴിച്ചു എന്നാണ് പറയുന്നത്. എല്ലാം ചിലവായി. അവസാനം പന്നിയെ നോക്കുന്ന ഒരു ജോലി അവന് കിട്ടി. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാം എന്നവൻ വിചാരിച്ചെങ്കിലും എന്ത് ചെയ്തില്ല? അതുപോലും അവന് കഴിക്കാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ പന്നികളും അതിന് മേൽനോട്ടം, അവൻ്റെ മുകളിലുള്ള മേൽനോട്ടക്കാരും അതിന് സമ്മതിച്ചില്ല. പന്നിക്കുള്ള ഭക്ഷണം പന്നിക്കുള്ളതാണ്, അല്ലേ? അതുപോലും തിന്നാൻ അവന് ബുദ്ധിമുട്ട് വന്നപ്പോൾ, അതും അവിടെയും വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൻ ഓർത്തു അവൻ ആരാണവൻ? എൻ്റെ വീട്ടിൽ ഞാൻ ആരാണ്? ഞാൻ വലിയൊരു ധനികൻ്റെ മകനാണ്, സ്നേഹസമ്പന്നനായ ഒരു പിതാവിൻ്റെ പുത്രനാണ് ഞാൻ. അവിടെ എൻ്റെ അപ്പൻ്റെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? വേലക്കാർ അവർ തിന്ന് ശേഷിപ്പിന് ശേഷം വലിച്ചെറിയുകയാണ്. ഇതിവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ എന്ന് അവൻ ഓർത്തു. അവൻ ആരാണെന്ന് അവൻ ഓർത്തു. തിരിച്ചുപോയി. അവിടെ പിന്നെ നിന്നില്ല, അന്നേരം തിരിച്ചുപോയി. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നീ ആരാണ്? നീ ഒരു ദൈവപൈതലാണ്. നീ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് പോകേണ്ട ആളല്ല. നീ ലോകത്തെ ഭരിക്കേണ്ടവനാണ്. ലോകത്തിന് നന്മ കാണിക്കേണ്ടവനാണ്. ലോകത്തിന് വെളിച്ചമായി തീരേണ്ടവനാണ്. നീ അധമനായി പോകേണ്ടവനല്ല. തോന്നിവാസം നടക്കുന്ന ആളായി പോകേണ്ടതല്ല. നീ ഒരു ദൈവപൈതലാണ്. ഈ ഒരു അറിവാണ് നമ്മൾ, ഈ ഒരു ബോധ്യപ്പെടുത്തലാണ് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഏത് കുഞ്ഞുങ്ങൾക്ക്? സ്നാനപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ കയ്യെ കിട്ടുമ്പോൾ
അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് ഏത് വയസ്സ് വരെ അവർ സ്ഥിരീകരണം കഴിയുന്നിടം വരെ. സ്ഥിരീകരണം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ സ്വയമായിട്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മുടെ പ്രായമുള്ളവർക്ക് അറിയാം, നമ്മളൊക്കെ ആദ്യം പഠിച്ച പാട്ട് ഏതായിരിക്കും? അമ്മച്ചിമാർ നമ്മളെ പഠിപ്പിച്ച പാട്ട് ഏതായിരിക്കും? നമ്മുടെ ചെവിയിൽ ആദ്യം വീണ പാട്ട് ഏതായിരിക്കും? ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എൻ്റേത്. നമ്മൾ മാക്കെന്ന് പറഞ്ഞ് കാറിയപ്പോൾ നമ്മുടെ അമ്മച്ചിമാർ നമ്മുടെ ചെവിയിൽ പറഞ്ഞ പാട്ടാണ്. ആ പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഉറങ്ങിയത് അല്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നാ പാട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ തൊട്ട് തുടങ്ങി തെറ്റൽ. പിന്നെ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ എന്തു ചെയ്യും? നമുക്കവരെ കിട്ടത്തില്ല. കാരണം അവർക്കതിനു മുമ്പേ അതിനുള്ള അറിവ്, മറ്ററിവുകൾ അവരുടെ മനസ്സിൽ വരുന്നതുകൊണ്ട് എന്തു ചെയ്യും? അവരതിനെ വിധേയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹൃദയത്തിൽ മറ്റ് ധാരാളം പ്രമാണങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതപ്പെട്ടിരിക്കുന്നു. ആദ്യം എഴുതേണ്ട കാര്യങ്ങൾ ഇല്ലാതെ പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ CSI സഭയുടെ ഈ വേദ പഠനങ്ങൾ കുറേ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. 14-ാമത്തെ വയസ്സിലാണ് നമ്മൾ സ്ഥിരീകരണം പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന കൽപ്പനകളും പ്രമാണങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് 14-ാമത്തെ വയസ്സിലാണ്. പക്ഷേ 14-ാമത്തെ വയസ്സാകുമ്പോൾ ആ കൊച്ച് സുമാർ 9-10 ക്ലാസ്സിൽ എത്തിയിരിക്കും, അല്ലെ 8 ഹൈസ്കൂളിൽ ചെന്നിരിക്കും. ഹൈസ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ കൊച്ചെന്തിരിക്കും? ധാരാളം കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് അവനെ പഠിപ്പിക്കുന്നു വേണ്ട, ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവനെ പഠിച്ചിട്ടുണ്ട്. അവൻ കണ്ടിട്ടുണ്ട്. ബീഡി വലിക്കുന്നുണ്ട്, കഞ്ചാവ് വലിക്കുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് തെറി പറയുന്നത് കേട്ടിട്ടുണ്ട്, അടിയുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാം അവനും കണ്ടിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഏത് മാത്രം ഇല്ല? കൽപ്പനയില്ല, പ്രമാണിക്കണമെന്ന് ആരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല, കർത്താവിൻ്റെ പ്രാർത്ഥന അവന് മനസ്സിലില്ല, വിശ്വാസ പ്രമാണവും ഇല്ല. അതെല്ലാം എപ്പോഴാണ് പഠിക്കുന്നത്? അതെല്ലാം പഠിക്കുന്നത് 14-ാമത്തെ വയസ്സിൽ. അതിനു മുമ്പ് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെ ഭയങ്കര ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സംഘർഷം ഉണ്ടാകുന്നു. അതിനെ ജയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നിരുന്ന് കൈവക്കിക്കേ. ഓക്കെ, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഓക്കെ, കൈതാതെ കേട്ടോ. ഓക്കെ, വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. കുട്ടികളെടുത്തവർ വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-15. ആൺകുട്ടികളും പെൺകുട്ടികളും എടുത്തവർ ആദ്യം വായിക്കാം. ഇച്ചിരി ഒച്ച കഴിച്ചു, അത് മാത്രം മതി. ഓക്കെ, പെൺകുട്ടികൾ ആരെങ്കിലും ഒരാൾ വായിച്ചേ. കാത്തോളൂ. ഓക്കെ, ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയത് നിങ്ങൾ എവിടെയാണ് ഈ പുസ്തകം തപ്പുന്നതാണ് ഇവിടുന്ന് ഞാൻ നോക്കിയത്. നിങ്ങളതിനകത്ത് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. കാരണം പകുതിക്കിപ്പുറമാണ് നിങ്ങൾ തപ്പിയിരിക്കുന്നത്. പലയിടത്തും ആൾക്കാർ ആകാരാതി നോക്കിയാണ് എന്ത് ചെയ്യുന്നത്? അതെടുക്കുന്നത്. വേദോസ്ത പരിചയം എന്ന് പറയും, പുസ്തക പരിചയം എന്നാണ് അതിന് പറയുന്നത്. പുസ്തക പരിചയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഏറ്റവും എളുപ്പം ഏതാണ്? ഇങ്ങനൊരു വാക്യം പറയുക, അവരെവിടെ തപ്പാൻ തുടങ്ങുന്നു എന്ന് നോക്കുക. നിങ്ങൾ പകുതിക്ക് ഇപ്പുറം തപ്പിയ കാരണം നിങ്ങൾക്ക് കുറേയൊക്കെ പരിചയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാക്യം ഒന്നുകൂടെ ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അല്ലേ? ഓരോ വിശുദ്ധ ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും വിശുദ്ധ സംസർഗമുള്ള ദിവസങ്ങളിലും ഒക്കെയും നമ്മൾ പാടുന്ന, അത് ഏറ്റുപറയുന്ന ഒരേ ഒരു കാര്യം എന്നതാണ്, കൽപ്പന വായിച്ചിട്ട് എന്ത് പറയും? ഇത് അനുസരിപ്പാനുള്ള കൃപ തരണമെന്നാണ് പ്രാർത്ഥിക്കും. അല്ലേ? ഇത് അനുസരിപ്പാനുള്ള കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായിട്ടും പാടുന്നത്, അത് പറയുന്നത് ആരാണ്? പ്രധാനമായിട്ടും പറയുന്നത് ആരാണ്? മറുപടി ഗായക സംഘമാണ്. ഗായക സംഘമാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? അത് കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല അവർ പണിത് അവരങ്ങനെ നീക്കത്തുള്ളൂ. ഗായക സംഘക്കാർ പറയുന്നു ഇതെല്ലാം അനുസരിപ്പാനുള്ള കൃപ തരണമേ. ജനങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞു. ഇപ്പം വെറുതെ ഇങ്ങനെ ഗായക സംഘക്കാരെ ഒന്ന് അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് അതേപോലെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുക. കൽപ്പനകൾ എത്ര എണ്ണമുണ്ട്? 10. അത് നമുക്കറിയാം.
കർത്താവ് അതിനെ എങ്ങനെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞതാണ്. കർത്താവ് എങ്ങനെ പറഞ്ഞു അതിനെ? ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അതിനെ രണ്ടാക്കി പറഞ്ഞു അല്ലേ? അത് രണ്ടിലെ ഒന്ന് പെൺകുട്ടികൾ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞത്. കൽപ്പനകളെ കർത്താവ് രണ്ടാക്കി പറഞ്ഞു. അതിലെ ഒന്ന് ഏതാണെന്നാണ് ചോദ്യം. അതായത് നമ്മൾ ആരാധന ഉപയോഗിക്കുന്ന കൽപ്പനകൾ. ഇന്ന് നമ്മൾ വായിച്ചത് 10 കൽപ്പനയാണ്. 10 കൽപ്പന അല്ലാതെ ചുരുക്കി പറയുന്നുണ്ട്. ആ കൽപ്പനയുടെ ചുരുക്കമാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ എന്നാ പറഞ്ഞേ? നിന്നെ പോലെ നിശ്ചയിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ 2 കൽപ്പനയുടെ പൊരുൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കണം? അല്ല, 10 കൽപ്പനയുടെ ചുരുക്കമാണ് പറഞ്ഞ്. ആ ചുരുക്കം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അതിൻ്റെ അർത്ഥം മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത്? ഇതിൽ സകല ന്യായപ്രമാണവും. ന്യായപ്രമാണം ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകവും പിന്നെ പ്രവാചകന്മാർ. ആരാ പ്രവാചകന്മാർ? 3-4 പേരുടെ പേര് പറഞ്ഞേ. യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, ഹോശിയ, യോവേൽ, ആമോസ്. അങ്ങനെ പ്രവാചകന്മാർ അല്ലേ? പ്രവാചകന്മാരും സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഏതിൽ? ഈ 2 കൽപ്പനകളിൽ. 10 കൽപ്പന ചുരുക്കി പറഞ്ഞ 2 കൽപ്പനകളിൽ ഇത്രയും പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൽപ്പനകളുടെ പൊരുൾ നമുക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 5 പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും വായിച്ച് ഗ്രഹിച്ചാൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുടെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതെല്ലാം വായിച്ചിട്ട് അപ്പോൾ സ്ഥിരീകരണം കഴിയാമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 14 വയസ്സാണ്. എപ്പം വരും? ഒരു 70-75 വയസ്സെങ്കിലും ആവും അല്ലേ? ഓക്കെ. ഇന്ന് വേദവസം വായിച്ചവർ ഇവിടെ പള്ളി വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചവർ ഓക്കെ എഴുതാട്ടെ. എല്ലാ ദിവസവും വേദവസം വായിക്കുന്നവർ കൈവക്കിക്കേ. എല്ലാ ദിവസവും വേദവസം വായിക്കുന്നത് 3 പേര്. മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരും ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛനും ഓർത്തോണം ഈ പിള്ളേർ കൈവക്കി കേട്ടോ. 3 പിള്ളേർ 4 പിള്ളേർ കൈവക്കിയിട്ടില്ല. എല്ലാ ദിവസവും വേദവസം വായിക്കുന്നത്. ഓക്കെ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവർ കൈവക്കിക്കേ. ഓക്കെ. സത്യമായിട്ട് പറഞ്ഞാൽ മതി. വഴക്കൊന്നും പറയുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഇവരോടൊക്കെ ഇങ്ങനെ പറയുന്നത് മാത്രം. ഓക്കെ. കൈതാ. വീട്ടിൽ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയുള്ള വീടുകൾ ഉള്ളവരെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുക. വൈകുന്നേരത്തെ നമ്മുടെ കുടുംബ പ്രാർത്ഥന. കേതാ? 10ഓളം പിള്ളേരുടെ വീട്ടിൽ എന്തില്ല? വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന ഇല്ല. ഓക്കെ. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുട്ടികളൊന്ന് കൈവകിക്കേ. വൈകുന്നേരങ്ങളിൽ കേതാതെ. രാവിലെ പ്രാർത്ഥനയ്ക്ക്, വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് കൂടുന്ന കുട്ടികളൊന്ന് കൈവകിക്കുക. രാവിലത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയിൽ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരല്ല, കുടുംബ പ്രാർത്ഥനയിൽ കൂടുന്നവർ. അച്ഛാ നോക്കിയോണേ, അതൊക്കെ മാർക്ക് ചെയ്തിട്ടാണ്. ഓക്കെ. ആരും കൂടുന്നില്ല, രാവിലെ പ്രാർത്ഥന കൂടുന്നില്ല. ഓക്കെ. വീട്ടിൽ രാവിലെ പ്രാർത്ഥന ഉള്ള വീട്ടുകാരെന്ന് നിങ്ങൾ കൂടുന്നില്ല, പക്ഷേ വീട്ടിൽ പ്രാർത്ഥന ഉണ്ട്. അങ്ങനെയുള്ള വീട്ടുകാരെന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് പിള്ളേർ വന്നൊന്ന് കൈവക്കിക്കേ. ഒരു വെച്ച് ഓക്കെ. കൈതാത്തിട്ടോ മെടിക്ക്. അത്രയെങ്കിലും പറഞ്ഞത്. പിന്നെ ഞാനിവിടെ 4 മണിക്കൂറല്ല 7 മണിക്കൂർ പറഞ്ഞാലും എന്ത് ചെയ്തില്ല, ഒരു പ്രയോജനവും ഉണ്ടാകും. കാരണം ബാക്കി സമയം മുഴുവനും നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പഠിക്കും. ഞണ്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഞണ്ടിന് ഒറ്റ ആഗ്രഹമുള്ളൂ, മക്കളെല്ലാം എങ്ങനെ പോകണം, നേരെ പോകണം.
നേരെ പൊക്കണം. എല്ലാ ദിവസവും രാവിലെ മന്ദിരം ഞണ്ട് ഉപദേശിക്കുന്നത് മക്കളെ നേരെ നടക്കണം, നേരെ നടക്കണം, നേരെ നടക്കണം. ഈ മക്കൾ കേട്ട് കേട്ട് മടുത്ത് മക്കൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് നേരെ പോകാൻ പറ്റത്തില്ല. അമ്മയൊന്ന് കാണിച്ചു തന്നു, അല്ലെ അപ്പനൊന്ന് കാണിച്ചു തന്നു, നേരെ നടന്നു. അപ്പനും അമ്മയും നടന്നപ്പോൾ എങ്ങോട്ട് പോയി നമുക്കറിയാം, ബാക്കി ചരിത്രം നമുക്കറിയാം. അതും സൈഡിലേക്കാണ് പോകുന്നത്, പുറകോട്ടാ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഞണ്ടിനെ നോക്കി പോകുമ്പോൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വരുന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേറെ ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാനായിട്ടില്ല, അവർക്ക് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. നമ്മളെന്ത് ചെയ്യണം? അവർക്ക് കുറഞ്ഞ പക്ഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വേദവസം വായിക്കുന്നതും പ്രാർത്ഥിക്കും നമ്മുടെ മക്കളൊന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരൊന്ന് കേൾക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പപ്പായും മമ്മിയും ഉണ്ട്, ഡാഡിയും മമ്മിയും ഉണ്ട് എന്ന് അവരൊന്ന് പറയട്ടെ. നിങ്ങളൊക്കെ ഒത്തിരി പ്രായമായി വയ്യാതാകുമ്പോൾ അവർ പറയട്ടെ, എൻ്റെ പപ്പായും മമ്മിയും വേദോസം വായിക്കുന്നവരായിരുന്നു എന്ന് പറയട്ടെ. പള്ളി വായിക്കുന്നവരല്ല പറയുന്നത്, വീട്ടിൽ വായിക്കുന്നവരാണ് ഞാൻ പറയുന്നത്. അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്ന് സാക്ഷ്യം പറയാൻ എത്ര കുട്ടികൾ കാണും. ഓർക്കുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു രീതി. വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണം? വൈകുന്നേരങ്ങളിൽ ഒരു നിശ്ചിത സമയം വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ കുട്ടികൾ അന്നേരം ഉണ്ടെങ്കിൽ എന്തിനും അവരെ വിളിക്കണം, വേടാ മക്കളെ പ്രാർത്ഥിക്കുക. അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ ശീലം അവർക്കുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് പ്രയാസമാണ്, അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് ദേഷ്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യുക? അവരെ വിളിക്കുക, വേടാ മക്കളെ പറയുക. ഏലി പുരോഹിതനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. വേണ്ട രീതിയിൽ എന്ത് ചെയ്തില്ല? വചനം പറഞ്ഞു കൊടുത്തില്ല എന്നാണ്, തർജ്ജനം ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കുറ്റം പറയുന്നത്. ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്. നമ്മൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ പിള്ളേരെന്ത് ചെയ്തിരിക്കുന്നു? 14 വയസ്സായുള്ളൂ. സൺഡേ സ്കൂളിന് അവരെ തുടർന്നും എന്ത് ചെയ്യണം? വിടണം. ബാക്കി പഠിക്കാനുള്ള വേദഭാഗങ്ങൾ അവർ പഠിക്കട്ടെ. നിങ്ങൾ നല്ല മാതൃക എന്ത് ചെയ്യുക? അവർക്ക് കാണിച്ചു കൊടുക്കുക. യേശുവിനെ പിൻപറ്റുവാൻ, ദൈവവേദനയിൽ നിൽപ്പാൻ അവരിവിടെ തീരുമാനമെടുത്ത് അല്പം കഴിയുമ്പോൾ പോവുകയാണ്. അതിന് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിപ്പാൻ അവരെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളും എല്ലാവിധമായ പിന്തുണയും അവർക്ക് നൽകണം. പ്രിയ കുഞ്ഞുങ്ങളെ, വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യണം? അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ കൽപ്പനകൾ പ്രമാണിക്കണം. വാക്യം ഒന്നുകൂടെ വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 14:15. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതിടയ്ക്കിടയ്ക്ക് വായിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യണം? അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കാക്കുക എന്ന് പറഞ്ഞാൽ പ്രമാണിക്കുക, അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചേർന്നൊന്ന് പറഞ്ഞ് ഇച്ചിരി ശ്രദ്ധിച്ച് പറഞ്ഞ് നോക്കാതെ പഠിച്ച് പറയാമല്ലോ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പറഞ്ഞേ, ഒന്നുള്ള പറഞ്ഞേ, റെഫറൻസ് പറഞ്ഞേ. എളുപ്പം ഓർത്തിരിക്കാം. യോഹന്നാൻ 14:15. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇതാരാ പറഞ്ഞത്? യേശുവാ പറഞ്ഞത്. യേശു പറഞ്ഞ വാക്യമാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.